ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ കണ്ടോ, എന്താണ് ക്ലോസ്ഡ് ഗ്രാഫ് ഓപ്പറേറ്റർ എന്ന് അതിനൊരു എക്സാമ്പിളാണ് കൊടുക്കാൻ വേണ്ടത്. ക്ലോസ്ഡ് ഗ്രാഫ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നമ്മൾ ഇങ്ങനെ ഒരു ലീനിയർ ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്യാം. എന്നിട്ട് എക്സ് ക്രോസ് വൈ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് സ്പേസും ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഈ എക്സ് ക്രോസ് വൈൻ്റെ സബ്സെറ്റ് ആയിട്ട് നമ്മുടെ എൻ്റെ ഗ്രാഫ് വരിക. എക്സ് ക്രോസ് വൈ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് സ്പേസ് ഉണ്ട്, അതിൻ്റെ സബ്സെറ്റ് ആയിട്ട് എൻ്റെ ഗ്രാഫ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഈ ലീനിയർ ഓപ്പറേറ്ററിൽ ഒരു ക്ലോസ്ഡ് ഗ്രാഫ് ഓപ്പറേറ്റർ ഉണ്ടെന്ന് പറയും. ഓക്കെ, ഈ ലീനിയർ ഓപ്പറേറ്ററിൽ ഒരു ക്ലോസ്ഡ് ഗ്രാഫ് ഓപ്പറേറ്റർ എന്ന് പറയും. എപ്പോൾ എക്സ് ക്രോസ് വൈൻ്റെ സബ്സെറ്റ് ആയിട്ട് എ വരികയാണെങ്കിൽ ഈ ഗ്രാഫ് ഓഫ് എനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തറിയോ, ഗാമ ഓഫ് എ. ഈ ഗാമ ഓഫ് എനെ നമ്മൾ എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്, ഇത് എന്തിൻ്റെ സബ്സെറ്റ് ആയിട്ട്, എക്സ് ക്രോസ് വൈൻ്റെ സബ്സെറ്റ് ആയിട്ട് വരാം. ഇതെന്താ എക്സ് എന്ന് പറഞ്ഞാൽ ഡൊമൈൻ ഓഫ് എയിലുള്ളതാണ്. അപ്പോൾ എക്സ് എവിടെ ഉണ്ടാവും, റേഞ്ചിലുണ്ടാവും. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ ഗാമ ഓഫ് എ, നമ്മുടെ ഗ്രാഫ് ഓഫ് എനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇതിനൊരു എക്സാമ്പിളാണ് ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എക്സ് എന്ന് എക്സിലേക്ക് തന്നെയാണ്. ഇവിടെ നമ്മൾ എക്സ് എന്ന് വൈയിലേക്കാണ് ഡിഫൈൻ ചെയ്തത്, ഇവിടെ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ എക്സ് എന്ന് എക്സിലേക്കാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലെ ഒരു ക്ലോസ്ഡ് ഓപ്പറേറ്റർ ഉണ്ടെന്ന് പറയണമെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഐ എന്ന് പറയുന്ന ഗ്രാഫ് ഉണ്ടാവുമല്ലോ, ഐൻ്റെ ഗ്രാഫ് നമ്മൾ ഇതേപോലെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എക്സ് എന്ന് പറയുന്ന ആ ഒരു ഗ്രാഫ് ഉണ്ടാവും. ആ ഗ്രാഫ് ഓഫ് ഐ എന്ന് പറയുന്നത് എക്സ് ക്രോസ് എക്സിൻ്റെ സബ്സെറ്റ് ആയാൽ മതി. ഓക്കെ, അങ്ങനെ അതിനൊരു എക്സാമ്പിളാണ് നമ്മുടെ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്.